നോർമൽ ഫേവറബിൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ കാലിൻ്റെ ഈ 3 ജോയിൻറ്റ്സ് ഒരേ ലൈനിൽ നിൽക്കണം. അതായത് ഹിപ്പ് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ആങ്കിൾ ജോയിൻറ്റ് ഒരേ ലൈനിൽ നിൽക്കണം. എന്നാലേ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് ഈ മുട്ടിൻ്റെ 2 ഭാഗത്തും ഒരേപോലെ പോകുന്നത്. ഇതിൻ്റെ ഡീവിയേഷനായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വാരസ് അലൈൻമെൻറ്റോ അല്ലെങ്കിൽ വാൽഗസ് അലൈൻമെൻറ്റോ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ പോവുക. നമ്മൾ കോമൺലി കാണുന്നത് ഈ വാരസ് അലൈൻമെൻറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ നമ്മളെ ബോഡിയുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഏറ്റവും കൂടുതൽ പോകുന്ന ഈ ഉൾഭാഗത്താണ്. ഈ കാൽമുട്ടിൻ്റെ സന്ധി ഉണ്ടായിരിക്കുന്നത് ഈ തൊടയെല്ലിൻ്റെ അഗ്രഭാഗം, പിന്നെ ഷിൻ ബോൺ അല്ലെങ്കിൽ ടിബിയ എന്ന് പറയും അതിൻ്റെ അഗ്രഭാഗം, പിന്നെ ഈ ചിരട്ടയുടെ ഈ 3 എല്ലും കൂടിയിട്ടാണ് നമ്മുടെ ഈ ജോയിൻ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ ഈ തരുണാസ്ഥി, അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു എല്ലുണ്ട്, തരുണാസ്ഥി എന്നാണ് പറയുന്നത്. അത് ഈ തൊടയെല്ലിൻ്റെ അഗ്രഭാഗത്തുണ്ട്, താഴെ എല്ലിൻ്റെ മുകളിലും ഉണ്ട്, പിന്നെ ചിരട്ടൻ്റെ അടിഭാഗത്ത് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നമുക്കൊരു വാഷർ പോലെ ഒരു മെനിസ്കസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്, അത് 2 സൈഡും ഉണ്ടാവും. അപ്പം ഈ വാരസ് അലൈൻമെൻറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഏറ്റവും കൂടുതൽ ലോഡ് ഈ ഭാഗത്താണ്, ഉൾഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മെനിസ്കസ് ആദ്യം ഡാമേജ് ആവും, അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്രാക്ക് വരും. പിന്നെ ഈ ബോൺ ടു ബോൺ ടച്ച് വരും നമ്മൾ നടക്കുമ്പോൾ, ഓടുമ്പോൾ, ചാടുമ്പോഴൊക്കെ. അപ്പം അതിൻ്റെ ഉള്ളിൽ തരുണാസ്ഥിൻ്റെ മുകളിൽ ചെറിയൊരു വിള്ളൽ അല്ലെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് ഈ ആൾ നടക്കുവാണ്, എല്ലാം ജോലികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഈ തരുണാസ്ഥിയുടെ ഓരോ ലെയർ ബൈ ലെയർ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഈ തരുണാസ്ഥി കംപ്ലീറ്റ് ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് 2 എല്ല് തമ്മിൽ ഉറയാൻ തുടങ്ങും. അപ്പം ഈ തേയ്മാനത്തിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ഈ നേരത്തെ ഉള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അലൈൻമെൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ ഈ കാല് ചിലപ്പോൾ ഇങ്ങനെ കൂടുതലായി വളവ് കൂടുതലായി വന്നുകൊണ്ടിരിക്കും. ഇതിന് നമ്മുടെ ഈ വാരസ് അലൈൻമെൻറ്റ് ഉള്ളത് ഇപ്പോൾ ഈ വളവ് കൂടുതലായതുകൊണ്ട് അതിന് നമ്മൾ ഡിഫോമിറ്റി എന്നാണ് പറയുക. സോ അപ്പോൾ ഇതിന് വാരസ് ഡിഫോമിറ്റി എന്നും, ഇങ്ങോട്ടേക്കുള്ള വളവാണെങ്കിൽ വാൽഗസ് ഡിഫോമിറ്റി ആയി മാറും.